വിമാനത്തിന്റെ കോക്പിറ്റിൽ നൂറുകണക്കിന് സ്വിച്ചുകളുണ്ട്. അതിലൊരെണ്ണം തെറ്റായ ദിശയിലായാൽ എന്ത് സംഭവിക്കും? വെറും ഒരു സ്വിച്ച് ഓഫ് ചെയ്യാൻ മറന്നത് കാരണം ആകാശത്ത് പ്രേതമായി മാറിയ ഒരു വിമാനത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതോ ചിറകുകളിൽ ഇന്ധനമുണ്ടായിട്ടും എഞ്ചിൻ നിലച്ചുപോയ വിമാനങ്ങളെക്കുറിച്ചോ? സാങ്കേതിക വിദ്യയുടെ ഉന്നതിയിൽ നിൽക്കുമ്പോഴും മനുഷ്യർക്ക് സംഭവിക്കുന്ന ചെറിയ പിഴവുകൾ എങ്ങനെ വൻ ദുരന്തങ്ങളാകുന്നുവെന്ന് നോക്കാം. പൈലറ്റുമാർക്ക് പറക്കുന്നതിന് മുൻപ് ഓരോ സ്വിച്ചും പരിശോധിക്കാൻ ഒരു ലിസ്റ്റുണ്ട്. അതാണ് ചെക്ക് ലിസ്റ്റ്. വിമാനം റൺവേയിൽ നിന്ന് പൊങ്ങുന്നതിന് മുൻപ് ഈ ലിസ്റ്റിലെ ഓരോ കാര്യവും പൈലറ്റും കോ പൈലറ്റും ചേർന്ന് ഉറപ്പുവരുത്തണം. ഇത് വെറുമൊരു ചടങ്ങല്ല, നൂറുകണക്കിന് യാത്രക്കാരുടെ സുരക്ഷയാണ്. എന്നാൽ ചിലപ്പോൾ അമിതമായ ജോലിഭാരമോ അല്ലെങ്കിൽ ഇതൊക്കെ എനിക്കറിയാം എന്ന അമിത വിശ്വാസമോ കാരണം ചില സ്റ്റെപ്പുകൾ അവർ മറന്നുപോകുന്നു. ആ മറവിക്ക് നൽകേണ്ടി വന്ന വില വളരെ വലുതായിരുന്നു. ഉദാഹരണമായി പറഞ്ഞാൽ, വിമാനത്തിന്റെ 2 ചിറകുകളിലെയും ഇന്ധനം ബാലൻസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സ്വിച്ചാണ് ഫ്യൂവൽ ക്രോസ് ഫീഡ് സ്വിച്ച്. ഒരു എഞ്ചിൻ കേടായാൽ ആ ചിറകിലെ ഇന്ധനം മറ്റേ എഞ്ചിനിലേക്ക് മാറ്റാൻ ഇത് സഹായിക്കും. എന്നാൽ ഇന്ധന ചോർച്ചയുണ്ടാകുമ്പോൾ ഈ സ്വിച്ച് ഇട്ടാൽ ബാക്കിയുള്ള ഇന്ധനം കൂടി നഷ്ടപ്പെടും. പൈലറ്റ് ശരിയായ രീതിയിൽ ചെക്ക് ലിസ്റ്റ് നോക്കി പ്രശ്നം മനസ്സിലാക്കിയില്ലെങ്കിൽ ദുരന്തം ഉറപ്പാണ്. ഇന്ധനത്തിന്റെ കാര്യത്തിൽ വന്ന മറ്റൊരു രസകരവും എന്നാൽ പേടിപ്പെടുത്തുന്നതുമായ സംഭവമാണ് ഗിംലി ഗ്ലൈഡർ. ഇവിടെ പ്രശ്നം സ്വിച്ചായിരുന്നില്ല, അളവിലായിരുന്നു. കാനഡയിൽ പണ്ട് ഇന്ധനം അളക്കാൻ പൗണ്ടായിരുന്നു ഉപയോഗിച്ചിരുന്നത്. എന്നാൽ അത് പെട്ടെന്ന് കിലോഗ്രാം എന്ന മെട്രിക് സിസ്റ്റത്തിലേക്ക് മാറ്റി. വിമാനത്തിൽ ഇന്ധനം നിറച്ചവർക്ക് ഈ മാറ്റം മനസ്സിലായില്ല. അവർ വിചാരിച്ചതിന്റെ പകുതി ഇന്ധനം മാത്രമേ വിമാനത്തിൽ ഉണ്ടായിരുന്നുള്ളൂ. ആകാശത്ത് വെച്ച് പെട്ടെന്ന് 2 എഞ്ചിനുകളും ഓഫായി. പൈലറ്റ് തന്റെ മിടുക്കുകൊണ്ട് ഇന്ധനമില്ലാത്ത ആ വലിയ വിമാനം ഒരു പഴയ എയർഫീൽഡിൽ ഇടിച്ചിറക്കി. അത്ഭുതകരമായി എല്ലാവരും രക്ഷപ്പെട്ടു. 2005 ഓഗസ്റ്റ് 14 ഹീലിയോസ് എയർവേസ് 522 എന്ന വിമാനം ടേക്ക് ഓഫ് ചെയ്തു. എന്നാൽ കുറച്ചു കഴിഞ്ഞപ്പോൾ വിമാനത്തിലെ ഓക്സിജൻ നിലത്താഴാൻ തുടങ്ങി. പൈലറ്റുമാർക്ക് എയർ ട്രാഫിക് കൺട്രോളുമായി സംസാരിക്കാൻ പോലും കഴിഞ്ഞില്ല. കാരണം മറ്റൊന്നുമല്ല, വിമാനത്തിന്റെ പ്രഷർ നിയന്ത്രിക്കേണ്ട സ്വിച്ച് ഓട്ടോ മോഡിലാക്കാൻ പൈലറ്റുമാർ മറന്നുപോയിരുന്നു. ഫലം, ആകാശത്ത് 34,000 അടി ഉയരത്തിൽ പൈലറ്റും യാത്രക്കാരും ബോധരഹിതരായി. വിമാനം മണിക്കൂറുകളോളം ആകാശത്ത് തനിയെ പറന്നു. ഒടുവിൽ ഇന്ധനം തീർന്ന് അത് തകർന്നു വീണു. ചെക്ക് ലിസ്റ്റിലെ ഒരേയൊരു വരി ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ആ 121 ജീവനുകൾ ഇന്ന് നമ്മോടൊപ്പം ഉണ്ടാകുമായിരുന്നു. ഒരു സ്വിച്ച് മാറ്റിയത് കാരണം ഹീലിയോസ് 522 ചരിത്രത്തിൽ ഒരു പ്രേത വിമാനമായി മാറി. ചെക്ക് ലിസ്റ്റിലെ പിഴവുകൾ നമുക്ക് കണ്ടെത്താം, പക്ഷെ ചില വിമാനങ്ങൾ ഒരു തുമ്പും അവശേഷിപ്പിക്കാതെ മാഞ്ഞു പോകാറുണ്ട്. അതിലേറ്റവും പ്രധാനമാണ് 2014 കാണാതായ മലേഷ്യൻ എയർലൈൻസ് MH137. 239 യാത്രക്കാരുമായി പറന്ന ആ വിമാനം എങ്ങോട്ടാണ് പോയതെന്ന് ഇന്നും ലോകത്തിനറിയില്ല. ഇന്ധനം തീർന്ന് കടലിൽ പതിച്ചതാണോ അതോ ആരെങ്കിലും ഹൈജാക്ക് ചെയ്തതാണോ? പൈലറ്റ് മനഃപൂർവ്വം സ്വിച്ചുകൾ ഓഫ് ചെയ്ത് റഡാറുകളിൽ നിന്ന് മറഞ്ഞതാണോ? ചോദ്യങ്ങൾ ഇപ്പോഴും ബാക്കിയുണ്ട്. സ്വിച്ചുകൾക്കും ഇന്ധനത്തിനുമപ്പുറം പ്രകൃതിയുടെ ചില രഹസ്യങ്ങളിൽ വിമാനങ്ങൾ കുടുങ്ങിപ്പോകാറുണ്ട്. 1945 ബെർമ്യൂഡ ട്രയാങ്കിളിന് മുകളിൽ വെച്ച് കാണാതായ ഫ്ലൈറ്റ് 19 ഉൾപ്പെടെ 5 വിമാനങ്ങൾ ഇന്നും ഒരു വലിയ ചോദ്യചിഹ്നമാണ്. അവരുടെ കോമ്പസുകൾ തെറ്റായ ദിശ കാണിച്ചു. ഒടുവിൽ ഇന്ധനം തീർന്ന് അവർ എവിടെയോ മറഞ്ഞു. ചരിത്രത്തിൽ ആദ്യമായി ലോകം ചുറ്റി പറക്കാൻ ശ്രമിച്ച അമീലിയ ഇയർഹാർട്ടിന്റെ വിമാനത്തിന് എന്ത് സംഭവിച്ചു? ഇന്ധനം തീരാറായെന്ന് അവസാന സന്ദേശമയച്ച അവർ പസഫിക് സമുദ്രത്തിന് മുകളിൽ വെച്ച് അപ്രത്യക്ഷമായി. ആ വിമാനത്തിന്റെ ഉള്ളിൽ ചെറിയ കഷ്ണം പോലും കണ്ടെത്താൻ പതിറ്റാണ്ടുകൾ വേണ്ടിവന്നു. ഓരോ വിമാന അപകടവും ലോകത്തിനൊരു പാഠമാണ്. ഈ അപകടങ്ങൾക്ക് ശേഷം വിമാനങ്ങളിലെ സംവിധാനങ്ങളും പൈലറ്റുമാർക്ക് നൽകുന്ന പരിശീലനവും കുറെ കൂടി കർക്കശമാക്കിയിട്ടുണ്ട്. ഇനി നിങ്ങൾ വിമാനത്തിൽ കയറുമ്പോൾ ഓർക്കുക, കോക്പിറ്റിലെ ഓരോ ചെറിയ സ്വിച്ചും നിങ്ങളുടെ സുരക്ഷയുടെ കാവൽക്കാരാണ്. ഈ അറിവ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, ഷോർട്ട് ആൻഡ് ഷാർപ്പ് സബ്സ്ക്രൈബ് ചെയ്യൂ.